നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട യുവ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന് സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഡോക്ടറെ ഉദ്ധരിച്ചും യുവതിയുടെ മാതാപിതാക്കൾ കൽക്കത്ത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലുമുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിവാക്കുന്നത്. യുവ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ നിന്ന് ഗണ്യമായ അളവിൽ സ്രവം ലഭിച്ചിട്ടുണ്ട്. ഇത് ബീജമാകാനാണ് സാധ്യത. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും. ഒന്നിലധികം ആളുകൾ ചേർന്ന് യുവതിയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി എന്ന സാധ്യതയിലേക്കാണ് ഇക്കാര്യം വിരൽ ചൂണ്ടുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജനനേന്ദ്രിയത്തിൽ നിന്ന് 150 മില്ലിഗ്രാം സ്രവം കണ്ടെത്തിയതായി ഡോക്ടർ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. ജനനേന്ദ്രിയത്തിൽ നിന്ന് കണ്ടെത്തിയ ബീജത്തിന്റെ അളവ് ഒരു വ്യക്തിയുടേത് മാത്രമാകാൻ വഴിയില്ല. ഒന്നിലധികം ആളുകളുടെ പങ്കാളിത്തമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷന്റെ അഡീഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുബർണ ഗോസ്വാമി മാധ്യമങ്ങളോട് പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ഇരയുടെ ശരീരത്തിൽ നിന്ന് 150 മില്ലിഗ്രാം ബീജം കണ്ടെത്തിയതായി മാതാപിതാക്കളുടെ ഹർജി ഉദ്ധരിച്ചുള്ള മാധ്യമ വാർത്തകളിലും പറയുന്നുണ്ട്. ബീജത്തിന്റെ അളവ് കൂട്ടബലാത്സംഗം എന്ന സംശയം ബലപ്പെടുത്തുന്നതായി ഹർജിയിൽ പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മകളുടെ നഗ്നശരീരത്തിൽ കാലുകൾ ബലം പ്രയോഗിച്ച് നീട്ടിയതിന്റെ അടയാളങ്ങൾ കുറ്റകൃത്യത്തിന്റെ ഭയാനകത വ്യക്തമാക്കുന്നതാണെന്ന് യുവ ഡോക്ടറിന്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. യുവതിയുടെ കൈകാലിലും മുഖത്തും വെട്ടേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ക്രൂരമായ മർദ്ദനത്തിൽ യുവതിയുടെ കണ്ണടയിൽ നിന്ന് ഗ്ലാസ് കഷ്ണങ്ങൾ പൊട്ടി കണ്ണിലേക്ക് തുളച്ചു കയറിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചന നൽകുന്നു. തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ കൽക്കത്ത ഹൈക്കോടതി കേസ് CBIക്ക് കൈമാറുകയായിരുന്നു. ജനങ്ങളുടെ സൗഖ്യത്തിനായി പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പ്രയത്നിക്കുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും കടമയാണ്. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളും ആക്രമിക്കപ്പെടുന്നില്ലെന്ന് സർക്കാരാണ് ഉറപ്പുവരുത്തേണ്ടത്. നിസ്സഹായതയോടെയും നിലവിളികളോടെയും അകാലത്തിൽ പൊലിഞ്ഞ ഡോക്ടർ വന്ദനമാർ ഇനിയും ഉണ്ടാവരുതെന്നാണ് ആഗ്രഹിക്കേണ്ടത്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട RG-കർ മെഡിക്കൽ കോളേജ് വൻ സംഘർഷത്തിനിടെ ഒരു സംഘം അടിച്ചു തകർത്തെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പുറത്തുനിന്ന് എത്തിയവരാണ് ആക്രമണം നടത്തിയത്. ആശുപത്രി പരിസരത്തെ വാഹനങ്ങളും പുറത്തുനിന്ന് എത്തിയ സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. പോലീസിന് നേരെയും സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് നേരെയും വരെ ആക്രമണമുണ്ടായി. കേസിൽ കൊൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം CBI അന്വേഷണം തുടരുകയാണ്. ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ CV ആനന്ദ് ബോസ് വൈസ് ചാൻസലർമാരുടെ അടിയന്തര യോഗം വിളിച്ച് സർവകലാശാലകൾ വനിതാ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബംഗാൾ പോലീസ് പൂർണ്ണ പരാജയമാണെന്നും സംഭവം ബംഗാളിനും ഇന്ത്യക്കും നാണക്കേടാണെന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരാവിലെയാണ് ഡോക്ടറുടെ മൃതദേഹം ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കാണുന്നത്. കൊൽക്കത്ത പോലീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സിവിക് വോളണ്ടിയറെ പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ മാത്രമാണോ കൊലയ്ക്ക് പിന്നിൽ എന്നത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. ആദ്യഘട്ട അന്വേഷണത്തിലുണ്ടായ അനാസ്ഥയ്ക്കെതിരെ ആക്ഷേപമുണ്ടായപ്പോഴാണ് കേസ് CBIക്ക് കൈമാറാൻ കൽക്കത്ത ഹൈക്കോടതി ഉത്തരവിടുന്നത്. ആത്മഹത്യയാണ് എന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ മകളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്നും സംഭവം മൂടിവെക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപിച്ച് പിതാവ് രംഗത്ത് വന്നതോടെയാണ് വനിതാ ഡോക്ടറുടെ കൊല വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതിരുന്നതിനാൽ കേസ് ഉടൻ CBIക്ക് കൈമാറണമെന്നും അതിവേഗം കോടതിയിൽ വിചാരണ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സമർപ്പിത സേവനം എന്തെന്ന് തിരിച്ചറിയാത്ത നരാധന്മാരാണ് ഇത്തരം കൊടും ക്രൂരതകൾ ചെയ്തു കൂട്ടുന്നത്. കൊൽക്കത്തയിലെ സർക്കാർ ആശുപത്രിയിൽ PG മെഡിക്കൽ വിദ്യാർത്ഥിനി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സംഭവം ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴി തുറന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകർ ഇത്ര കണ്ട് അരക്ഷിതവും അക്രമാസക്തവുമായ സാഹചര്യത്തിലാണോ ജോലി ചെയ്യേണ്ടതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത്തരം അക്രമികളുടെ ക്രൂരതയിൽ ഒടുങ്ങി തീരേണ്ടതാണോ ഇവരുടെ മനസ്സറിഞ്ഞ ജീവിതം? കഴിഞ്ഞ വർഷം മെയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ
ഡോക്ടർ വന്ദന ദാസിനെ അക്രമി കുത്തിക്കൊന്ന സംഭവം കേരളം ഇന്നും ഒരു നടുക്കത്തോടെയാണ് ഓർക്കുന്നത്. മാതാപിതാക്കൾ ആതുര സേവനത്തിനായി അയച്ച മകളെ ശവപ്പെട്ടിയിലാണോ മടക്കി അയക്കേണ്ടത് എന്നായിരുന്നു ഹൈക്കോടതി അന്ന് ചോദിച്ചത്. യുദ്ധഭൂമികളിൽ പോലും ആശുപത്രികളും ആരോഗ്യ പ്രവർത്തകരും ആക്രമിക്കപ്പെടാറില്ല. ഇതൊരു രാജ്യാന്തര ചട്ടമായിട്ടാണ് കാണുന്നത്. അതേസമയം ഇവിടെ ആതുര സേവന മേഖല അക്രമങ്ങൾക്ക് ഇരയാവുകയാണ്. ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെയുള്ള അതിക്രമം ചെറുക്കാനുള്ള നിയമത്തിൽ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയേ മതിയാവൂ എന്നതാണ് കൊൽക്കത്ത സംഭവം നൽകുന്ന മുന്നറിയിപ്പ്. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിന് പിറകെ ആസാം ആസ്ഥാനമായ സിൽച്ചാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ വിവാദ ഉത്തരവ് ഇറക്കിയതും ഈ അവസരത്തിൽ ചർച്ചയാവുകയാണ്. വനിതാ ഡോക്ടർമാരും ജീവനക്കാരും രാത്രിയിൽ വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ പോകരുത്. ഒറ്റപ്പെട്ടതും ആളനക്കമില്ലാത്ത ഇടങ്ങളിൽ പെരുമാറരുത്. തനിച്ചാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഡ്യൂട്ടി ഇല്ലായിരിക്കെ ചുറ്റുപാടുകളെ കുറിച്ച് ജാഗ്രത വേണം. ആരുടെയും അനാവശ്യ ശ്രദ്ധ ആകർഷിക്കരുത്. കുഴപ്പക്കാരെ സൂക്ഷിക്കണം. ഹോസ്റ്റൽ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പാലിക്കണം. മുൻകൂട്ടി വിവരം അറിയിച്ച ശേഷമേ രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്നും പുറത്തു പോകാവൂ എന്ന് തുടങ്ങി ജോലി ചെയ്യുന്ന വനിതകൾക്ക് ഒട്ടും പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങൾ മെഡിക്കൽ കോളേജ് ഇറക്കിയതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. അടിയന്തര ഘടകങ്ങളിൽ വിളിക്കാനുള്ള എമർജൻസി നമ്പറുകൾ എപ്പോഴും ഫോണിൽ സൂക്ഷിക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുന്നു.